എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം LP-UP എക്സാം ജൂലൈയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് ആയി പറയാൻ പോണത്. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത്? ആശയ സമഗ്ര പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം, ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം, വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. ഇതിലേതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ചാക്രിക രീതിയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ അതേതാണ്? ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമാണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവ ജ്ഞാതൃ ഘടകങ്ങളാണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂടിച്ചേർക്കുന്നതാണ്. അപ്പൊ ഏതാണ് ഇതിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതിലേതാണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണം, അതായത് ബി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. ഇതിലേതാണ്? എന്താണ്? പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടിയാണ് വെച്ചെങ്കിലും അവർക്ക് ഏതാണോ അവർക്ക് ഇഷ്ടമുള്ളത് അതില് പ്രഗത്ഭത തെളിയിക്കുക. അപ്പൊ ഏതാണ്? അനുപൂരണമാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ശാരീരിക ചലനപരമായ ബുദ്ധി, സംസ്കാരിക ബുദ്ധി, ബുദ്ധിയുടെ വിശിഷ്ട ഘടകം, ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡനർ. അപ്പൊ ഏതാണ് വരിക? ആൻസർ ശാരീരിക ചലനപരമായ ബുദ്ധി. അതാണ് ഹൊവാർഡ് ഗാർഡനറുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രമ പരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെ? ഫല നിയമം, ചോദക നിയമം, പ്രതികരണ നിയമം. ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, പ്രതികരണ നിയമം. ഇതിലേതൊക്കെയാണ്? അതായത് ശ്രമ പരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് സന്നദ്ധത വേണം അല്ലെ? സന്നദ്ധത വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഫലം കിട്ടണം അല്ലെ? ഫല നിയമം വേണം. പിന്നെ എന്താണ്? അഭ്യാസം, നമ്മള് എക്സസൈസുകൾ ചെയ്യണം. അപ്പൊ അഭ്യാസ നിയമം. അപ്പൊ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിനെ സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? കണ്ടെത്തൽ പഠനമാണോ? സമീപസ്ഥ വികാസ മണ്ഡലമാണോ? മനോവ്യാപാര പൂർവഘട്ടമാണോ? മാതൃക കാണിക്കലാണോ? ഇതിലെ ഏതാണ് അധ്യാപിക ചെയ്തത്? അതായത് അതിനോട് തൊട്ടടുത്ത കുറെ ക്വസ്റ്റ്യൻസോ അല്ലാച്ചെങ്കിൽ അതിനോട് ഉത്തരത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ? അതെന്താണ്? സമീപസ്ഥ വികാസ മണ്ഡലം. അപ്പൊ എന്താണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏതു വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? പ്രതിഭാധനരായ കുട്ടികൾക്ക്, പഠന പിന്നോക്കക്കാർക്ക്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്, ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്.
പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ. ഇതൊക്കെ ആർക്കാ പറ്റുക? പ്രതിഭാധനരായ കുട്ടികൾക്ക്, അല്ലെ? പ്രതിഭാധനരായ കുട്ടികൾക്കാണ് ഇതെല്ലാം തനിച്ച് പറ്റുക. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പായി തിരിച്ച് അവർ ഗ്രൂപ്പുകൾക്ക് മുഴുവനായിട്ട് കൊടുക്കും, അല്ലെ? പ്രത്യേക അസൈൻമെന്റുകൾ ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ, അല്ലെ? അപ്പൊ അതാണ് പ്രതിഭാധനരായ കുട്ടികൾക്കാണ് നമ്മൾ ഇത്തരം പ്രൊജക്റ്റുകളെല്ലാം കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏതു മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഉൾക്കാഴ്ച, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. അതിലേതാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം? ഗസ്റ്റാൾട്ട് ആണ്, അല്ലെ? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം, സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം, പഠന ശൈലിയിലെ വ്യത്യാസങ്ങൾ, വൈകാരികമായ വ്യത്യാസങ്ങൾ. ഇതിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? താല്പര്യങ്ങളും അഭിരുചികളും എല്ലാവർക്കും ഒരേപോലെ ആവില്ല, അല്ലെ? അതിൽ വ്യത്യാസം ഉണ്ടാവാം. പിന്നെന്താണ്? പഠന ശൈലിയിലും വ്യത്യാസം ഉണ്ടാവാം, വൈകാരികമായ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷേ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലെ വ്യത്യാസം പഠനവുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇല്ല. വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഇത് ഏതാണ്? സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം ABC-യിൽ കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C ഈക്വൽ ടു 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? പ്രവർത്തന ഘട്ടമാണോ? ഇന്ദ്രിയ ചാലക ഘട്ടമാണോ? പ്രതീകാത്മക ഘട്ടമാണോ? രൂപാത്മക ഘട്ടമാണോ? ഇതിലെ പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ? ട്രയാങ്കിൾ ABC എന്നുള്ളതിന് ത്രികോണം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ കോണ് A പ്ലസ് കോൺ B പ്ലസ് കോൺ C. അപ്പൊ ഏതാണ്? പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കണേ, അല്ലെ? പ്രതീകാത്മക ഘട്ടമാണ്. അപ്പൊ 10ാമത്തെ ചോദ്യത്തിന് ആൻസർ എന്താണ്? C എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.